ആട് 3 കണ്ടു. എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ പൊന്ന് വിജയ് ബാബു ചേട്ടാ, അതേപോലെ തന്നെ മിഥുൻ മാനുവൽ ചേട്ടാ, നിങ്ങളുടെയൊക്കെ പടം എന്തായിരുന്നു ഇതിനു മുമ്പിട്ടിലൊക്കെ. 8 വർഷത്തിന് ശേഷം നിങ്ങൾ എടുത്തു വെച്ചേക്കുന്ന ഒരു നല്ലൊരു കിടിലം പോലത്തെ ഫ്രാഞ്ചൈസിനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇപ്പം എന്താ ചെയ്തേക്കുന്നത്? എനിക്കൊന്നേ നിങ്ങളടുത്ത് പേഴ്സണലി ചോദിക്കാനുള്ളൂ, നിങ്ങൾക്ക് എങ്ങനെയാണാവോ ഇതൊക്കെ സാധിക്കുന്നത്? ശരിക്കും ചേട്ടൻ ചോദിച്ച ആ ഡയലോഗ് നിങ്ങളോടാണ് ശരിക്കും ചോദിക്കേണ്ടത്. നിങ്ങൾ എന്ത് രീതിയിലാണ് കൺവിൻസ് ആയത്, എങ്ങനെയാണ് വിജയ് ബാബു ചേട്ടൻ നിങ്ങൾ ഇത് കൺവിൻസ് ആയതെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. സ്റ്റോറി വൈസ് കംപ്ലീറ്റ്ലി ഷാറ്റേഡ്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് കോമഡി എലിമെന്റ്സ് ഒക്കെ ഫിക്സിട്ട്, പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചറൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഒരു 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 എന്തൊക്കെയോ ടൈം ലൈനിലൂടെ വരുന്നുണ്ട്, ടൈം ട്രാവൽ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. പഴയ ക്യാരക്ടേഴ്സിനൊന്നും ഒരു എന്താ പറയുക, ഒരു ഇറലവൻറ്റ് ഫാക്ടേഴ്സ്. സത്യം പറഞ്ഞാൽ ജയേട്ടനും അതേപോലെ തന്നെ ധർമ്മ ചേട്ടനും, പിന്നെ പോസിറ്റീവായിട്ട് സാത്താൻ സേവ്യറിൻ്റെ ഒരു ഇൻട്രോ, വേദികയുടെ ഒരു ഡാൻസ്, നല്ല BGM, ഇതും കൂടി ഇല്ലെങ്കിലില്ലേ തിയേറ്ററിന് ആൾക്കാർ എഴുന്നേറ്റ് പോകുമായിരുന്നു. സീരിയസ്ലി പറയാം, ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ വാല്യൂവിൽ നിങ്ങൾ ആടെന്ന് പറഞ്ഞൊരു നല്ലൊരു ഫ്രാഞ്ചൈസിനെ കൊണ്ടുപോയിട്ട് എന്താണ് ചെയ്തു വെച്ചേക്കുന്നത് ആട് 3-ൽ? എനിക്ക് എന്താ പറയുക, കംപ്ലീറ്റ്ലി ഷാറ്റേഡായ അവസ്ഥയാണ് പടം കണ്ട് ഇറങ്ങിയ ആ ഒരു അവസ്ഥയിൽ. എൻ്റെ കൂടെയുള്ള ആൾക്കാർ, മോസ്റ്റ്ലി എല്ലാ ആൾക്കാരോട് ചോദിച്ചെടുത്ത് ആയിക്കോട്ടെ, എല്ലാവരും പറഞ്ഞത് സെയിം റിവ്യൂ ആണ്. ഇനി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം. തമാശ ഞാൻ പറഞ്ഞില്ലേ, ചില സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്, ബട്ട് എല്ലായിടത്തും അല്ല. സോ അതുകൊണ്ട് എനിക്ക് ഒരൊറ്റ ഡയലോഗേ പറയാനുള്ളൂ, ചത്തുപോയ നിന്റെ അച്ഛൻ ചെകുത്താൻ ലാസറല്ല, ഇനി അവൻ്റെ അപ്പം ലൂസിഫർ മാത്രം വന്നാലും, ഇനിയിപ്പം ഫോറിനറിനൊരു പെൺകുട്ടിയെ കൊണ്ട് ഇറക്കിയാലും പാപ്പൻ ഇത്തവണ കപ്പം കൊണ്ട് പോകത്തില്ല.